സനൂപ് കൂടെയുണ്ട്. സനൂപ്, ഇന്നിപ്പോൾ 50 മണ്ഡലങ്ങളിലേക്കുള്ള 50 സീറ്റുകളിലേക്കുള്ള ഒരു പട്ടിക അന്തിമമാക്കാനുള്ള ശ്രമമാകുമ്പോൾ അതിന് ആദ്യഘട്ടത്തിൽ ഇടം പിടിക്കുക ഏതൊക്കെ മണ്ഡലങ്ങളാണ്? അപ്പോൾ തന്നെ വിവാദപരമായ വിഷയങ്ങൾ നിലനിൽക്കുന്ന, സ്ഥാനാർത്ഥി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഏതൊക്കെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളൊക്കെ ആ പട്ടികയിലുണ്ടോ? ജിൽസി, ഒരു 50 മുതൽ 60 സീറ്റ് അവിടെ തർക്കങ്ങളില്ലാതെ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക, ആ ചർച്ച പൂർത്തിയാക്കുക, അതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വി.ഡി. സതീശനും KPCC അധ്യക്ഷനും അതേപോലെ ചെന്നിത്തലയും ഒക്കെ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രിയും അതേപോലെ ഹൈക്കമാൻഡ് നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നത്. നിലവിൽ അതിലെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന സമയത്ത് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അതിനു മുമ്പേ പ്രഖ്യാപിക്കുക, ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് അവർ പോകുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒന്ന്, ഈ 20 സിറ്റിംഗ് MLA-മാരുടെ കാര്യം. അവർക്ക് ഏകദേശം സീറ്റിൽ ഉറപ്പ് വന്നിട്ടുണ്ട്. രണ്ടിടത്ത് മാത്രമാണ് അതിലൊരു വ്യത്യാസം വന്നത്. ഒന്ന് കെ ബാബുവിന്റെ കാര്യത്തിലും അതേപോലെ രാഹുൽ മാങ്കുളത്തിന്റെ കാര്യം. ബാക്കി 20 സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അവരുടെ പേരുകൾ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ അതിൽ പോലും എൽദോസ് കുന്നപ്പള്ളി നേരത്തെ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതേപോലെ IC ബാലകൃഷ്ണൻ, ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും ഒന്നുകൂടി ഒരു പുനരാലോചന വേണമെന്നുള്ളൊരു ചർച്ചയൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ 20 പേർക്കും സീറ്റ് നൽകാനുള്ള സാധ്യത അവിടെയുണ്ട്. പിന്നെ ഒറ്റ പേരിലേക്ക് മാത്രം വന്ന ചില മണ്ഡലങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ 50 മുതൽ 60-നിടയ്ക്കുള്ള സീറ്റുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യത കോൺഗ്രസ് മുന്നിൽ കാണുന്നത്. അപ്പോഴും ചിലയിടത്തൊക്കെ തന്നെ പ്രശ്നമുണ്ട്. നേരത്തെ ഈ നാട്ടികയുടെ കേസ് പറഞ്ഞ പോലെ സുനിലിന്റെ പേരൊക്കെ ഉയർന്നു വന്നെങ്കിലും അവിടെ ഈ CPI വിട്ട് മുകുന്ദൻ അടക്കമുള്ളവർ വരികയാണെങ്കിൽ അത് പിന്തുണയ്ക്കണോ, അതിൽ ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നതേയുള്ളൂ. ബേപ്പൂരിലടക്കം PV അൻവറിന് കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പൊ അത് അവിടെയൊക്കെ തന്നെ ഒറ്റ പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കേക്ക് കടക്കുക. ആദ്യഘട്ടം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ 2ഉം 3ഉം പേര് അതേപോലെ തർക്കങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങളിലും ഈ ചർച്ചകൾ നടത്തി അവിടുത്തെ സീറ്റ് ധാരണ നടക്കുന്നത്. എംപിമാർ മത്സരിക്കുമെന്നുള്ള സന്നദ്ധ ചിലരൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് K. സുധാകരൻ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു. അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് തന്നെ മത്സരിക്കാമെന്നുള്ള കാര്യമൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അടൂർ പ്രകാശും മത്സരിക്കാനുള്ള സന്നദ്ധതയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് MPമാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ്. പക്ഷെ അപ്പോഴും ജയസാധ്യത നോക്കി MPമാരെ രംഗത്തിറക്കണമോ വേണ്ടിയോ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനം എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ 1-2 പേർക്ക് ഇത് മത്സരിക്കാനുള്ള അവസരം നൽകുകയാണെങ്കിൽ കൂടുതൽ പേർ അതിന് അവകാശവാദവുമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ള ഒരു കാര്യം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അപ്പം ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളടക്കം ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് 3 നേതാക്കളും ശ്രമിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ പറയുന്ന പോലെ ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ആ സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്.